അല്ല ജിംസെ, സിസ്റ്റത്തിനകത്ത് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പരിഹരിക്കപ്പെടണം എന്നതിലൊരു തർക്കവുമില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിനു മുൻപ് പരിചിതമായിട്ടുള്ള ഒരു അപകടമല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതായിരുന്നു. അതിനകത്ത് മുൻകരുതൽ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെ സർക്കാർ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. അജിംസ് പറഞ്ഞതുപോലെ തന്നെ പഴുതടച്ചുകൊണ്ടുള്ള നിരന്തര പരിശോധനകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നതിലും തർക്കമില്ല. പക്ഷേ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതാകെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്താ പറയുക, ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേവല രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയി കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അതിനുള്ള സാഹചര്യം അല്ല എന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, അങ്ങനെ ധരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ആകെ പ്രശ്നമാണ്. കേരളത്തിലെ സ്കൂളുകൾക്കൊക്കെ താകെ ഈ വിധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ടല്ലോ, ആ ശ്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളിടത്ത് തന്നെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താ പറയാ, നിരന്തര പരിശോധന. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതും കവിഞ്ഞുകൊണ്ട് നിരന്തര പരിശോധന, അതിപ്പോൾ സ്കൂൾ മേഖലക്കകത്ത് മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത്, ഈ നാടിനകത്ത് ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുക എന്നുള്ള അവകാശം, നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിക്കപ്പെടുക എന്ന അവകാശം നമുക്കൊക്കെ ഉള്ളതാണ്. ആ അവകാശം സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്നുള്ളതിലും തർക്കമല്ല. സ്വാഭാവികമായും ആ നിലയ്ക്ക് സംരക്ഷിക്കപ്പെടാൻ ഉതകുന്ന വിധത്തിലുള്ള നിരന്തര പരിശോധനകൾ, ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിനകത്തുള്ള അപാകതകളെ നിരന്തരം പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതല്ല, കുറെ കൂടെ ഗൗരവത്തിൽ നടക്കണം എന്ന അഭിപ്രായം അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനകത്തുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതേ സ്പിരിറ്റോടുകൂടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുമുള്ള കാഴ്ചപ്പാട് ഉള്ള ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിനകത്ത് അധികാരത്തിലുള്ളത്. സ്വാഭാവികമായും ആ നിലയിലുള്ള നിരന്തര പരിശോധന നടത്തും. ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ അപഹസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത്, ഞാൻ ഒരു ഘട്ടത്തിലും ഇപ്പോൾ ഇതിനകത്ത് പല രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലൊന്നും അതിന് മറുപടി പറഞ്ഞു പോകാത്തത് അതിന് മറുപടി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ല, ഇതല്ല അതിന്റെ സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തിനും എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന വളരെ സങ്കുചിതമായ താല്പര്യവുമായി മാത്രം മുന്നോട്ട് പോകുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ശരികേടാണ് എന്ന് ബോധ്യപ്പെടണം ഈ കൂട്ടർക്ക് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി.